ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. പല സംശയങ്ങളും ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ്റെ താൽക്കാലിക പ്രസിഡന്റ് മുഹമ്മദ് മൊഹ്ബറുമായി ബന്ധപ്പെട്ടു. റൈസിയുടെ മരണശേഷം മൊഹ്ബർ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ശേഷം അദ്ദേഹത്തെ വിളിക്കുന്ന ആദ്യ ലോക നേതാവാണ് പുടിൻ. സംഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ പുടിനും അട്ടിമറി സാധ്യത തള്ളിക്കളയുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ റഷ്യ ശ്രമിക്കുമെന്നും കുറ്റക്കാരെ കണ്ടെത്താൻ സഹായിക്കാമെന്നും പുടിൻ മുഹമ്മദ് മൊഹ്ബറിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അടക്കം 8 പേർ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൻ്റെ നിയന്ത്രണ സംവിധാനം തകരാറിലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സൈബർ ഇടത്തിൽ അടക്കം ബലപ്പെടുന്നത് അട്ടിമറി തിയറിയാണ്. സാങ്കേതിക രംഗത്തെ മിടുക്കരായ ഇസ്രായേലിൻ്റെ പങ്കടക്കം പലരും സംശയിക്കുമ്പോഴും അത് പൂർണ്ണമായി ശരിവയ്ക്കാൻ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇറാനും അത്തരമൊരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിട്ടില്ല. കൊല്ലപ്പെട്ടത് ഇബ്രാഹിം റൈസി ആയതിനാൽ എല്ലാവരും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഇസ്രായേലിനെയാണ്. ഇസ്രായേൽ മുഖ്യ ശത്രുവായി കാണുന്ന ഹമാസിനെ മെയ് മറന്ന് സഹായിക്കാൻ കൂടെ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. നിരന്തരം തങ്ങൾക്ക് മേൽ മിസൈൽ വർഷം നടത്താൻ ആജ്ഞയിട്ട റൈസിയുടെ ജീവനെടുക്കാൻ ഇസ്രായേൽ അല്ലാതെ മറ്റാര് ശ്രമിക്കുമെന്നാണ് ഇറാനെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത്. നിങ്ങൾ ഇനിയൊരു തെറ്റ് ആവർത്തിച്ചാൽ ഒന്നും ബാക്കിയുണ്ടാകില്ലെന്ന ഇബ്രാഹിം റൈസിയുടെ മുന്നറിയിപ്പ് ഇസ്രായേലിന് കനത്ത പ്രഹരമായിരുന്നു. ശത്രുക്കളെ അവരുടെ കോട്ടയിൽ പോയി വകവരുത്തുന്ന പതിവ് ഇസ്രായേലിന് പണ്ടേ ശീലമുള്ളതിനാൽ ആരോപണം തള്ളിക്കളയാനും പറ്റില്ല. പ്രത്യേകിച്ച് ഗാസ ഇസ്രായേൽ സംഘർഷത്തിൽ ഹമാസിനൊപ്പം ഇറാൻ കട്ടയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ മേഖലയിൽ തങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന രാജ്യത്തെ നാഥനില്ലാ കളരിയാക്കിയാൽ നേട്ടം ഇസ്രായേലിന് തന്നെ. അപ്രതീക്ഷിതമായുണ്ടായ ആഘാതത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് കരകയറാൻ ഇറാന് കഴിയില്ല. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ദീർഘകാലങ്ങളായി ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ വലയുകയാണ് രാജ്യം. അതിനൊപ്പം മതമൗലികവാദികളായ ഭരണകൂടത്തിനെതിരെ രാജ്യത്തിനകത്തുനിന്നും ഉയരുന്ന പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും വേറെ. ഇബ്രാഹിം റൈസിയെ പോലുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ പെട്ടെന്നുള്ള അഭാവം രാജ്യത്തിൻ്റെ അധികാര സന്തുലിതാവസ്ഥയെ വരെ തടസ്സപ്പെടുത്തും. മിഡിൽ ഈസ്റ്റിലുടനീളം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആഞ്ഞടിക്കും. ഒരു പഴുതിനായി തിരയുന്ന ഇസ്രായേലിന് ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നതായി വിമാനരംഗത്തെ വിദഗ്ധരായ ഖെയിൽ ബെയ്ലിയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അപായ സന്ദേശം പോലും കൈമാറാൻ പൈലറ്റിന് സാധിക്കാതിരുന്നതെന്നും അൽ ജസീറ ചൂണ്ടിക്കാട്ടുന്നു. പറക്കലിനിടെ കോപ്റ്ററിന് സാങ്കേതിക തകരാറുണ്ടായാൽ പൈലറ്റിൻ്റെ ആദ്യ ദൗത്യം കോപ്റ്ററിനെ പറത്തുകയെന്നതാണ്. ആശയവിനിമയം രണ്ടാമത്തെ പരിഗണനയാണ്. ഈ കേസിൽ ആശയവിനിമയമൊന്നും ലഭ്യമല്ല. പൈലറ്റ് കോപ്റ്റർ ലാൻഡ് ചെയ്യിക്കാനോ പറത്താനോ വേണ്ടി ശ്രദ്ധ മുഴുവൻ നൽകിയതാവാം കാരണമെന്നും ചൂണ്ടിക്കാട്ടുന്നു. മോശം കാലാവസ്ഥ, പർവ്വത പ്രദേശത്തിൻ്റെ സവിശേഷ സ്വഭാവം തുടങ്ങിയവയും അപകടത്തിന് കാരണമായേക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൾ റഹിയാനും അടക്കം 8 പേർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അസർബൈജാൻ അതിർത്തിയിലെ ജുൽഫയിൽ വനമേഖലയിൽ തകർന്നു വീണതായി തിങ്കളാഴ്ച രാവിലെയാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത്. കനത്ത മഞ്ഞിൽ നിയന്ത്രണ നഷ്ടമായ US നിർമ്മിതമായ ബെൽ 212 ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നുവെന്നാണ് ഇറാൻ അധികൃതരുടെ വിശദീകരണം. അതേസമയം 8 പേർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാനെ സഹായിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. കോപ്റ്റർ തകർന്നതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗു പറഞ്ഞു. റഷ്യയുടെ യഥാർത്ഥ സുഹൃത്തായിരുന്നു ഇബ്രാഹിം റൈസി എന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിക്ക് അയച്ച അനുശോചന സന്ദേശത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനുസ്മരിച്ചിരുന്നു. റഷ്യയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ നൽകിയ സാങ്കേതിക സഹായം ഉപയോഗിച്ചാണ് കാണാതായ ഹെലികോപ്റ്റർ കണ്ടെത്തിയത്.